ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യം വേണ്ട എന്ന നിലപാടിൽ മാറ്റം വരുത്താനൊരുങ്ങി രാഹുൽ ഗാന്ധി. ദില്ലി കോൺഗ്രസ് അധ്യക്ഷ ഷീല ദീക്ഷിതിന്റെ അതൃപ്തിയെ തുടർന്ന് സംസ്ഥാന നേതാക്കളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതിനെ തുടർന്ന് സഖ്യം വേണ്ട എന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുകയായിരുന്നു. നിലപാടിൽ മാറ്റം വരുത്തിയേക്കുമെന്നാണ് സൂചന. ആം ആദ്മിയുമായി സഖ്യം വേണമെന്ന കാര്യത്തിൽ ദില്ലിയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിപ്രായം തേടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ശക്തി ആപ്പിലൂടെയാണ് അഭിപ്രായം രാഹുൽ തേടിയിരിക്കുന്നത്. ആം ആദ്മി സഖ്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ എന്ന മുതിർന്ന നേതാവ് PC ചാക്കോയുടെ ഒരു ശബ്ദരേഖയാണ് ശക്തി ആപ്പിലൂടെ എത്തിയിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വം ആം ആദ്മിയെ പടിക്ക് പുറത്ത് നിർത്തുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ ആം ആദ്മിയെ കൂടെ കൂട്ടണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം. ദില്ലിയിലെ സഖ്യത്തിൽ ഹൈക്കമാൻഡ് ആയിരിക്കും അന്തിമ തീരുമാനമെടുക്കുന്നത്. ന്യൂദില്ലിയിലും ചാന്ദിനി ചൌക്കും നോർത്ത് ഈസ്റ്റ് സീറ്റുകളും കോൺഗ്രസിന് നൽകാൻ ആം ആദ്മി തയ്യാറായാൽ ദില്ലിയിൽ സഖ്യമാകാമെന്ന നിലപാടിലാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം. ഹരിയാനയിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ തയ്യാറാണ് എന്ന് ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു. ദില്ലിയിൽ കോൺഗ്രസ് ഇല്ലാതെ തന്നെ വിജയിക്കാനാകുമെന്നും കെജ്രിവാൾ അവകാശപ്പെടുന്നു. ആം ആദ്മി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ബാധ്യതയായേക്കുമെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ നിലപാട്. 2015 കോൺഗ്രസ് പിന്തുണ തള്ളിപ്പറഞ്ഞ കെജ്രിവാൾ വിശ്വസ്തനായ പങ്കാളിയല്ലെന്നും PCC ആരോപിക്കുന്നു. ദില്ലിയിൽ ആം ആദ്മിയുടെയും കോൺഗ്രസിന്റെയും വോട്ട് ബാങ്കുകൾ ഒന്നു തന്നെയാണ്. അതുകൊണ്ട് സഖ്യമില്ലെങ്കിൽ വോട്ടുകൾ ഭിന്നിച്ചു പോവുകയും അത് BJPക്ക് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ ദില്ലിയിലെ 7 സീറ്റുകളിലും BJP ആണുള്ളത്. എന്നാൽ ഇത്തവണ ദില്ലിയിൽ BJP തോൽക്കുമെന്ന് ആം ആദ്മിയുടെ ആഭ്യന്തര സർവേ ഫലം മുന്നിൽ നിർത്തിക്കൊണ്ട് കെജ്രിവാൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.